ഗായകനും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. കരിയറിനേക്കാളും കൂടുതലും ചർച്ചയായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം തന്നെയാണ്. വിമർശനങ്ങൾ അതിരുവിട്ടപ്പോഴായിരുന്നു അദ്ദേഹം നിയമപരമായി നീങ്ങിയത്. വീട്ടിലുള്ളവരെപ്പോലും മോശം പറയാൻ തുടങ്ങിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പുതിയൊരു ഫോട്ടോ ഗോപി സുന്ദർ പങ്കുവച്ചിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് ചിത്രം പങ്കുവച്ചത്. ലൈഫ് എന്നായിരുന്നു ഇൻസ്റ്റഗ്രാം ചിത്രത്തിന് നൽകിയ ക്യാപ്ഷൻ. നിമിഷം നേരം കൊണ്ടായിരുന്നു ചിത്രം വൈറലായി മാറിയത്. "ആശാനെ, എന്താണൊരു കള്ളച്ചിരി? പുതിയത് എടുത്തോന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. എനിക്ക് ഐഫോൺ 20 ഉണ്ട്. നിന്റെ ഫോൺ ഏതാണെന്ന് പറയാമോ എന്നായിരുന്നു ഗോപി സുന്ദറിൻ്റെ മറുപടി. പഴയ ട്രാക്കിലോട്ട് വാ, ബിജിഎം സംഗീതം ഗോപി സുന്ദർ എന്നൊരാൾ പറഞ്ഞപ്പോൾ എല്ലാ ട്രാക്കിലും ഞാൻ ഹാപ്പിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിലായിരുന്നു ഒരാൾ ഗ്ലാമറിനെക്കുറിച്ചുള്ള സീക്രട്ട് ചോദിച്ചത്. ഞാൻ ഇന്നിൽ ജീവിക്കുന്ന ആളാണ്. എന്നെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ ലോകം, എൻ്റെ നിയമങ്ങൾ, അതൊരു സീക്രട്ട് ഒന്നുമല്ലെന്നായിരുന്നു ഗോപി സുന്ദറിൻ്റെ മറുപടി. പതിവ് പോലെ തന്നെ ഇത്തവണയും രൂക്ഷ വിമർശനവുമായി ചിലരെത്തിയിരുന്നു. അത്തരം കമന്റുകൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. വിമർശനങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് മുമ്പ് തന്നെ ഗോപി സുന്ദർ വ്യക്തമാക്കിയിരുന്നു. ഒന്നും പറയേണ്ടെന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. ചില സമയത്താണ് പ്രതികരിക്കാൻ തോന്നാറുള്ളത്. ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിയതാണ്. അത്ര പെട്ടെന്ന് തളർന്നു പോവില്ല. ട്രോളുകളൊക്കെ കാണുമ്പോൾ അവർ ഇനിയും ചെയ്യട്ടെ എന്നാണ് കരുതാറുള്ളത്. അതുകാരണം എൻ്റെ കഞ്ഞുകുടി മുട്ടുമൊന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവരോട് പ്രതികരിച്ചേനെയെന്നും അദ്ദേഹം പറയുന്നു. മ്യൂസിക്കിലാണ് എൻ്റെ ശ്രദ്ധ. പാട്ടിലൂടെ ഒരു ഇമോഷൻ കണക്ട് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. തെലുങ്ക് പാട്ട് കേട്ട് കുറേ പേർ അഭിനന്ദിച്ചിട്ടുണ്ട്. പാട്ട് സൂപ്പർ ഹിറ്റായാൽ അമിതമായി സന്തോഷിക്കാറില്ല ഞാൻ എന്നും മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. തൻ്റെ ഗേറ്റിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കാറില്ല. വീട്ടിനകത്ത് വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്നും എന്തായാലും പ്രതികരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.